ഡോക്ടർ, ഫാമിലി ഹിസ്റ്ററി ഉണ്ട് ഡയബറ്റീസിൻ്റെ, ലൈക്ക് മൈ പാരൻസ് ഇസ് ഹാവിങ്. അപ്പോൾ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുക എനിക്ക് ഡയബറ്റീസ് വരുമോ, എനിക്ക് ഡയബറ്റീസിന് സിംറ്റംസ് ഉണ്ടോ? ഓക്കെ, ഡയബറ്റിക് ഹിസ്റ്ററി ഉള്ള ഫാമിലി ആണെങ്കിൽ ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ദർ ഇസ് എ പോസിബിലിറ്റി നമുക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഡയബറ്റീസ് വരുന്നതിൻ്റെ 10 വർഷം, ഓൾമോസ്റ്റ് 10 years ബിഫോർ നമുക്ക് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ നമ്മളുണ്ടാവും. ഓക്കെ, ഈ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കേൾക്കാറില്ലേ സോഷ്യൽ മീഡിയയിൽ? അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡി ഷുഗർ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാണ് കാണിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ആദ്യം ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്. അപ്പം എനിക്കത് വരുമോ ഇല്ലയെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണോ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന് ഞാൻ നിന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ഹെവി മീൽ കഴിച്ചു കഴിഞ്ഞാൽ, ഡു യു ഫീൽ ടയേർഡ്? ഐ ഫീൽ സ്ലീപ്പി. ദാറ്റ് ഈസ് വൺ സൈൻ ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ അതായത് ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓൾവേസ് ഒരു ഫെറ്റീഗ്നെസ്, അതായത് മിഡിൽ ഓഫ് ദ ഡേ ഒരു ഫെറ്റീഗ്നെസ് ഒക്കെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ, കീപ്പ് ഇൻ മൈൻഡ് ടു ചെക്ക് യുവർ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് നേരത്തെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താവും, നമ്മൾ കെയർഫുൾ ആവും. അതായത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കെയർഫുൾ ആവും. ദർ ഇസ് എ പോസിബിലിറ്റി ടു ഗെറ്റ് ഇൻ ടു ഡയബറ്റീസ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ കെയർഫുൾ ആകുമ്പോൾ യു ക്യാൻ ഈവൻ പ്രിവെൻറ്റ് ഗെറ്റിംഗ് ഇൻ ടു ഡയബറ്റീസ്.